അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വിമർശനവും ഇല്ല. അല്ല ശ്രീ അൻവർ ഷാ, ഈ നികുതി പിരിച്ചെടുക്കലിന്റെ കാര്യക്ഷമത ഇല്ലായ്മ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് എന്തിനാണ് അദ്ദേഹം പഴി പറയുന്നത്? സംസ്ഥാന മറുപടി പറയാൻ അദ്ദേഹം മറുപടി പറയും. അല്ല, ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന് 270 കോടി രൂപ കിട്ടാനുണ്ട്. അതായത് സംസ്ഥാനത്തിന് കിട്ടാനുള്ള ഒന്നും തരുന്നില്ല. 270 കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷനിൽ കിട്ടാനുണ്ട്. താങ്കൾ അറിഞ്ഞോ? 1300 കോടി രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഈ പറയുന്ന കേരള സർക്കാരിന് കിട്ടാനുണ്ട്. അറിഞ്ഞോ? ഈ കണക്കെല്ലാം കുറെ നാളുകളായിട്ട് ധനകാര്യമന്ത്രി പറയാണ്. അപ്പോ കേന്ദ്രം പറയുന്നത് മാത്രം താങ്കൾക്ക് പുണ്യവാക്കും, കേരളം പറയുന്നത് വിശ്വസിക്കാനും വയ്യ. കേരളത്തിന്റെ പിടിപ്പുകേടാണ്. കേന്ദ്രത്തിന് മുൻപാകെ ഇതൊക്കെ യഥാസമയം നൽകണ്ടേ പേപ്പറുകൾ, എന്നാലല്ലേ കിട്ടുള്ളൂ. ഞാനത് മറുപടി പറയാം. എന്റെ സുഹൃത്തെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. അതായത് ഒരു കാര്യം മനസ്സിലാക്കൂ. അതായത് നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. അതായത് കേന്ദ്രത്തിന് എത്ര രൂപ കിട്ടാനുണ്ട്, എന്തുകൊണ്ട് കിട്ടിയില്ല, അതിൻ്റെ പിന്നീട് അത് കളക്ട് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ പ്രൊസീഡിയറൊക്കെ സാറ്റിസ്ഫൈ ചെയ്തോ? ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പിന്നീട് UGC ഇവിടെ നടപ്പിലാക്കി. UGC നടപ്പിലാക്കിയിട്ട് ഏതാണ്ട് 750 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ്? അതായത് UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കിയോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതി അനുസരിച്ചാണോ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്തിനുള്ള ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടോ? അല്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാത്തോണ്ട് ലൈഫ് പദ്ധതിക്ക് വീടിന് പൈസ അനുവദിക്കുന്നില്ല. അതറിയോ? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാത്തത് കൊണ്ട് ലൈഫ് മിഷനിലേക്ക് 80,000 രൂപ കേന്ദ്ര സർക്കാർ തരാനുള്ളത് അനുവദിക്കുന്നില്ല. കഴിഞ്ഞ മാസം കേന്ദ്ര ധനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞതാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് അതൊക്കെ വളരെ ബാലിശമായ വാഗ്വാദങ്ങളാണ്. ഫോട്ടോ വെക്കാത്തത് കൊണ്ട് നൽകിയില്ല എന്നൊക്കെ. കേന്ദ്രം കേരളത്തിൽ എത്ര ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്ന് കണക്കെടുപ്പ് നടത്തുകയല്ലേ രീതി. അതൊന്നുമല്ല, ഇവിടെ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാത്തതിന്റെ കണക്കുകൾ നിർമ്മല സീതാരാമൻ വിശദീകരിച്ചതാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 78,000 കോടി എന്നുള്ളത് കുറഞ്ഞു 4,000 കോടിയിലേക്കൊക്കെ എത്തിയത്. കഴിഞ്ഞ മാസം അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ശ്രീ അൻവർ ഷാ, നിർമ്മല സീതാരാമൻ കുറെ കണക്കുകൾ, ഞങ്ങൾ കേരളത്തിന് ഇത്ര കൊടുത്തു, കേരളത്തിന് ഇത്ര ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015 ഞങ്ങൾ കേരളത്തിന് ഇത്ര കൊടുത്തു, 2016 ഇത്ര കോടി രൂപ കൊടുത്തു, 2017 ഇത്ര കൊടുത്തു. പക്ഷെ കേരളത്തിൽ നിന്ന് എത്ര പിരിച്ചെന്ന് എന്തേ ധനകാര്യമന്ത്രി പറയാത്തെ? ഇപ്പൊ കൊടുത്തത് മാത്രം പറയുന്നത് ഈ പറയുന്ന കേരളത്തിലുള്ള ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഇനിയും അർഹതപ്പെട്ട പൈസയുണ്ട്, അത് തരുന്നില്ല. അതോടൊപ്പം തന്നെ കടമെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനം പറയുമ്പോ ഇവിടെ ഈ പറയുന്ന ഡോക്ടർ BA പ്രകാശ് സാറിന് കൃത്യമായിട്ട് കേരളത്തോട് ചെയ്യുന്ന അനീതിയെ പറ്റി പറയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് നാളെ എന്തെങ്കിലും കിട്ടണോ ഇരിക്കും കേന്ദ്രത്തിൽ നിന്ന്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് വാതുറക്കാത്തത്. അപ്പോ ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തോടുള്ള വിമർശനം മാത്രമാണ്. നിങ്ങൾ പറയുന്നത് ഞാനിവിടെ വന്ന് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തോ എനിക്ക് കിട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ കേന്ദ്രത്തിന് സ്തുതി പാടുന്നു എന്നാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൽ അർത്ഥം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഈ മേഖലയിൽ ഇവിടുത്തെ കേരളത്തിൽ ഞാനൊരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം 48 വർഷമായി. പറഞ്ഞ് മനസ്സിലായി, 48 വർഷമായിട്ട് ഈ രംഗത്തുള്ള ഒരാളാണ്, അല്ലാതെ ഇന്നലെ ഇന്നും കുരുത്ത ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുതയുടെ വെളിച്ചത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കണക്ക് വസ്തുതകൾക്ക് പറയാൻ പറ്റുമോ? ഞാനിവിടെ പറഞ്ഞ കണക്കുകൾ വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അല്ലല്ല, നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇപ്പൊ ഉടനെ കിട്ടും, അതുകൊണ്ട് മേടിച്ചു കളയാം, അതായിരിക്കും നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നുമല്ല. എനിക്ക് തന്റെ ഉള്ളത് ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് പറയാനുള്ള എവിടെയും പറഞ്ഞിട്ട് തന്നെ പോകും. അത് ഇവിടെ മാത്രമല്ല, നോക്കൂ, നിങ്ങൾ എന്റെ ചരിത്രമെടുത്ത് നോക്കൂ.
ശരി, അപ്പോ ശരി. ഞാനിവിടെ ഇപ്പോ ഇത് തുടങ്ങിയ കാലത്ത് നിങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അത് മനസ്സിലാക്കൂ. ഞാൻ ആരാളും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അല്ല ചുമ്മാ ഇങ്ങനെ ഈ നിങ്ങൾ ഈ കുഞ്ഞിലായിട്ടൊന്നും എന്നോട് കാണിക്കണ്ട കേട്ടോ. മനസ്സിലായില്ലേ? നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. ഷെയ്ൻ വർഷ, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക മേഖലയിലുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ്. നിങ്ങളുടെ ചരിത്രം സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലോടൊന്നും കൂടി വന്നതല്ല. അത് മാത്രമല്ല, താങ്കളുടെ ആ പരാമർശം ഖേദകരവുമാണ്. താങ്കളുടെ ഷെയ്ൻ വർഷ, താങ്കളുടെ പരാമർശം ഖേദകരമാണ്. പ്രശ്നം ഇവിടെ കേരളത്തിനെ പറ്റി ഞാൻ ഒരു 5 പുസ്തകം കഴിഞ്ഞ 30 വർഷം കൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. ശരി ശരി, എന്നെയാണോ താൻ കേരളത്തിനെ പറ്റി പഠിപ്പിക്കുന്നത്?